ഹായ് കൂട്ടുകാരെ, ഇന്നൊരു കൊച്ചു ഗുണപാഠ കഥയായാലോ? കഥയുടെ പേര് യഥാർത്ഥ അറിവ്. കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് പൂച്ച തന്റെ കൂട്ടുകാരനായ കുറുക്കനെ കണ്ടുമുട്ടിയത്. എവിടെയായിരുന്നു സുഹൃത്തെ നീ ഇതുവരെ? കുറെ കാലമായല്ലോ കണ്ടിട്ട്. പൂച്ച ആവേശത്തോടെ ചോദിച്ചു. ഞാൻ അടുത്ത കാട്ടിൽ ചില പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ പോയതായിരുന്നു. അതെയോ? എന്തൊക്കെയാ നീ പഠിച്ച പുതിയ വിദ്യകൾ? പൂച്ചയ്ക്ക് ആകാംക്ഷയായി. അതോ, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുള്ള 101 പുതിയ അടവുകൾ. അതാണ് ഞാൻ പഠിച്ചത്, കുറുക്കൻ അഭിമാനത്തോടെ അറിയിച്ചു. ഓ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ 101 അടവുകളോ? അത് കൊള്ളാമല്ലോ. എനിക്ക് കൂടിയൊന്നും പഠിപ്പിച്ചതാ. പൂച്ച കുറുക്കനോട് അഭ്യർത്ഥിച്ചു. അതിനെന്താ, ഇപ്പോൾ തന്നെ പഠിപ്പിച്ചു തരാം. കുറുക്കൻ യാതൊരു മടിയും കൂടാതെ പൂച്ചയെ താൻ പഠിച്ച വിദ്യകൾ ഓരോന്നായി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പുലി ആ വഴി വന്നത്. വിശന്ന് വലഞ്ഞിരുന്ന പുലി മുന്നിൽ ഒരു പൂച്ചയെയും കുറുക്കനെയും കണ്ട് അവരെ പിടിക്കാൻ മുന്നോട്ട് കുതിച്ചു. പൂച്ച അതിവേഗം ഒരു മരത്തിൽ കയറി രക്ഷപ്പെട്ടു. താൻ പുതുതായി പഠിച്ച 101 വിദ്യകളിൽ ഏത് വിദ്യയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ആലോചിച്ച് ആശയക്കുഴപ്പത്തിലായ കുറുക്കനെ പുലി അനായാസം പിടികൂടി ശാപ്പിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിലിരിക്കുകയായിരുന്ന കാക്ക പറഞ്ഞു, ഒരുപാട് അറിവുകൾ നേടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഏത് സമയത്ത് എന്താണ് ഉപകരിക്കുക എന്നറിയുകയും അത് വേണ്ട പോലെ ഉപയോഗിക്കുകയും ചെയ്യാനറിയണം. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.